നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ऐसे पीएफआई आतंकी संगठन का चुनाव में मदद करने के लिए, उनकी मदद लेने के लिए, वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो, उनके कारनामों का बचाव कर रहे हो। लेकिन भाजपा सरकार ने देश और समाज विरोधी पीएफआई को बंद किया है। उससे बड़े बड़े खैरखा जेलों में सड़ रहे हैं भाई. കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രധാനമന്ത്രി. വയനാട്ടിൽ ജയിക്കാൻ കോൺഗ്രസ് പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടി. മോദിയുടെ പരാമർശം കർണാടകയിലെ ബലഗാവിൽ തെരഞ്ഞെടുപ്പ് റാലി. പ്രചാരണം കൊഴുപ്പിച്ചിട്ടും പോളിംഗ് ശതമാനം കുറയാൻ കാരണമെന്ത്? കൂട്ടിക്കിഴിച്ച് മുന്നണികൾ. കേരളത്തിൽ 71.9% പോളിംഗ്. 2019 6% കുറവ്. BJP പ്രവേശന വിവാദം ആസൂത്രിത ഗൂഢാലോചനയെന്ന് പി ജയരാജൻ. പ്രകാശ് ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. LDF കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും EP. വിവാദത്തിൽ CPIക്ക് അതൃപ്തി, നടപടി ആവശ്യപ്പെടും. പ്രതികരിക്കാതെ MV ഗോവിന്ദൻ. രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ചേക്കും. അന്തിമ തീരുമാനം മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വിട്ട് തെരഞ്ഞെടുപ്പ് സമിതി. അമേഠിയിൽ പ്രിയങ്കയും റായ്ബറേലിയിൽ രാഹുലും മത്സരിക്കണമെന്ന് UP കോൺഗ്രസ്. ഡൽഹി കോൺഗ്രസിൽ തിരിച്ചടി. PCC അധ്യക്ഷൻ അർവിന്ദർ സിംഗ് ലവ്ലി രാജിവെച്ചു. രാജി AAP സഖ്യത്തിൽ പ്രതിഷേധിച്ച ചർച്ചകളിൽ പങ്കെടുപ്പിച്ചില്ലെന്നും ആരോപണം. പാലക്കാട് ഉഷ്ണതരംഗം ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ ആദ്യം. 5 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോടും കൊച്ചിയിലും കോട്ടയത്തും കൊലപാതകങ്ങൾ. കോഴിക്കോട് കൊലക്കേസ് പ്രതിയായ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു. പാലാരിവട്ടത്ത് അടിപിടിയിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. കോട്ടയത്ത് ചീട്ടുകളിക്കിടെയുണ്ടായ വാക്ക് തർക്കത്തിനിടെ യുവാവ് കൊല്ലപ്പെട്ടു. പകൽ വാർത്തയിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. വയനാട്ടിൽ ജയിക്കാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു സീറ്റിന് വേണ്ടി പോലും ഒരു ഭീകര സംഘടനയുമായി കൈകോർക്കാൻ കോൺഗ്രസ് തയ്യാറായി. കർണാടകയിലെ ബലഗാവിൽ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദിയുടെ ഗുരുതരമായ ആരോപണം. കോൺഗ്രസ് നിങ്ങളുടെ വസ്തുവകകളും ആഭരണങ്ങളും മാത്രമല്ല താലിമാല പോലും തട്ടിയെടുക്കും. അവർക്ക് താല്പര്യമുള്ള വോട്ടർമാർക്ക് അവ വിതരണം ചെയ്യുമെന്നും മോദി പറഞ്ഞു. जिसने वोट के लिए पीएफआई, जो आतंकवाद को पनाह देने वाला देश विरोधी संगठन, जिस पर मोदी सरकार ने प्रतिबंध लगा दिया है, ऐसे पीएफआई आतंकी संगठन का चुनाव में मदद करने के लिए, उनकी मदद लेने के लिए, वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो कि वो चुनाव अगर जीत गए तो पूरे देश का एक्सरे करेंगे, आपकी प्रॉपर्टी का एक्सरे किया जाएगा, बैंक के लॉकर का एक्सरे किया जाएगा,
महिलाओं के पास स्त्री धन कितना है, गहने कितने हैं, सोना कितना है, मंगलसूत्र कहां पड़ा है, इसका एक्सरे किया जाएगा। आपकी संपत्ति पर कब्जा करने के बाद कांग्रेस इसे रीडिस्ट्रीब्यूशन की बातें कर रही है, अपनी पसंदीदा वोट बैंक को देना चाहती है। വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ വിജയിക്കുന്നതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനയുടെ സഹായം തേടിയിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് പറയുകയാണ് പ്രധാനമന്ത്രി. അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് രൂക്ഷമായ വിമർശനവുമായി പ്രധാനമന്ത്രി കോൺഗ്രസിനെ ആക്രമിച്ചത്. ദക്ഷിണേന്ത്യയിൽ ഒരു രാജ്യമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ ആക്രമണം. അതിന് തുടർച്ചയായി ഇന്നിപ്പോൾ വീണ്ടും വലിയ തോതിലുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വയനാട്ടിൽ മത്സരിച്ച് വിജയിക്കുന്നതിനു വേണ്ടി നിരോധിത സംഘടനയായ PFIയുടെ സഹായം രാഹുൽ ഗാന്ധി കോൺഗ്രസ് തേടി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ ബലഗാവിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പ്രത്യേകിച്ചും കർണാടകയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും, അതായത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP മത്സരിക്കാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ 28ൽ 25 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. നോർത്ത് കർണാടകയിലായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ റാലി നടന്നത്. ആ റാലിക്കിടെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താലിമാല ഉൾപ്പെടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ താലിമാല ഉൾപ്പെടെ കവരുകയും അത് തങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും എന്നൊരു വിമർശനവും മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനെ വലിയ തോതിൽ കടന്നാക്രമിച്ചുകൊണ്ടുള്ള രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ വിമർശനങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ വംശീയ അധിക്ഷേപം ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ, കോൺഗ്രസിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് മോദി ഉന്നയിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ ആരോപണം, നിരോധിത സംഘടനയായ PFIയുടെ വോട്ടുകൾ വിജയിക്കുന്നതിന് വേണ്ടി വാങ്ങിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിൽ വിജയത്തിന് വേണ്ടി വാങ്ങിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഞാൻ സുവിയിലേക്ക് വരെ. ഇപ്പോൾ BJP നേതാവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, വയനാട്ടിൽ ഒരു സീറ്റിൽ വിജയിക്കുന്നതിന് വേണ്ടി ഭീകര സംഘടനകളുടെ സഹായം തേടിയിരിക്കുകയാണ്, സംഘടനയുടെ സഹായം തേടിയിരിക്കുകയാണ് കോൺഗ്രസ്. പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടി എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്ത് വസ്തുതകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാർ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചിട്ടല്ലേ UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്? 2 ദിവസം കഴിയേണ്ടി വന്നില്ലേ ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്നൊരു പത്രസമ്മേളനം നടത്തി മറുപടി പറയാൻ? അത് മാത്രമല്ല, ഒരു വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയും അത് നിരോധിച്ചു കഴിഞ്ഞതുമാണല്ലോ സന്ദീപ് വാര്യർ. പോപ്പുലർ ഫ്രണ്ട് എവിടെയാണ് വാർത്താ സമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചത്? SDP പിന്നെ എന്താണ്? SDP-യുടെ നേതാക്കന്മാരായിട്ടിരിക്കുന്നവരാരാണ്? പോപ്പുലർ ഫ്രണ്ടുകാരല്ലേ? പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമല്ലേ SDP? താങ്കൾക്ക് സംശയമുണ്ടോ? അല്ല, അങ്ങനെ സംശയമുണ്ടെങ്കിൽ SDPI എന്ന സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി തന്നെയല്ലേ പിടികൂടുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പട്ടികയിലേക്ക് വരാത്ത, പിടികൂടപ്പെടാത്ത നേതാക്കൾ നിരോധിതമല്ലാത്ത ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും ആ സംഘടന നിലപാട് വ്യക്തമാക്കുകയും ചെയ്താൽ അതിനെ എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനയും എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക? SDP എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ്. SDP നിരോധിക്കപ്പെടാത്തത്, ആ നിരോധനത്തിന്റെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ള സാങ്കേതികമായ കാരണം കൊണ്ട് മാത്രമാണ്. SDP-യുടെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ ജയിലിലുണ്ട്. അതറിയാത്തതാണോ താങ്കൾക്ക്? ഇവിടെ SDP തന്നെയാണല്ലോ മൂവാറ്റുപുഴയിലെ ജോസഫ് മാഷിനെ കൈവെട്ടിയ കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിപ്പിച്ചത് വാഴക്കുളം ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന്. അതെന്താ മറന്നുപോയോ? ഈ ഭീകരപ്രവർത്തനത്തിൽ ജോസഫ് മാഷിനെ കൈവെട്ടുക എന്ന ഭീകരപ്രവർത്തനത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ള അനസിനെ വാഴക്കുളത്തെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് ജയിപ്പിച്ച സംഘടനയുടെ പേരെന്താ? SDPI. പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI. ആരും വൈറ്റ് വാഷ് ചെയ്യാൻ നിൽക്കണ്ട. ആ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ വേണ്ട, അല്ലെങ്കിൽ വോട്ട് വേണ്ട എന്ന് ഈ നിമിഷം വരെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പകരം SDP-യുടെ പിന്തുണ ആവശ്യമില്ല എന്ന് 2 ദിവസം കഴിഞ്ഞ് ഒഴുക്കൻ മട്ടിൽ പറയുകയല്ലാതെ
തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ, കൊല്ലത്ത് പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള UDF സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ആ വോട്ട് വേണമെന്നാണ്. വോട്ട് വേണ്ടെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. മാത്രമല്ല വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക് BJPയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, UDFന്റെ പ്രവർത്തനത്തിൽ ഉടനീളം പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെ സാന്നിധ്യം UDFന്റെ പ്രവർത്തനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പലയിടത്തും നേതൃത്വം കൊടുത്തത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ബൂത്തിലിരിക്കാൻ പോലും പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഉന്നയിക്കുന്ന ആരോപണമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെ സഹായം. ഇതെല്ലാം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് UDFന് കിട്ടിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞങ്ങളത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ അപ്പോഴും ശ്രീ സന്ദീപ് വാര്യർ, അതായത് താങ്കൾ പറയുന്നു SDPI എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എന്ന്. അങ്ങനെ ഒരു പരാമർശമല്ല SDPI പിന്തുണച്ചു എന്നുള്ളതല്ല. പ്രധാനമന്ത്രി വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് എന്ന് തന്നെ പറയുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ട്, പോപ്പുലർ ഫ്രണ്ട് UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അത് വേണ്ട എന്ന് UDF കൃത്യമായി പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ വോട്ട് ആർക്ക് ചെയ്യണമെന്നത് ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വേണ്ട എന്ന് പറയുക എന്നതാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന ഒന്ന്. അതിനപ്പുറത്ത് പോളിംഗ് ബൂത്തിൽ പോയി ഒരാൾ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് അയാളെ തടയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകർ വോട്ട് ചോദിച്ച് ഈ UDF നേതാക്കൾക്ക് വേണ്ടി എത്തിയാൽ അതിനെ അവിടെ എത്തി തടയുക, ഇതൊന്നും സാധ്യമല്ല. പക്ഷേ സംഘടന വളരെ കൃത്യമായി പറഞ്ഞതാണ് വോട്ട് വേണ്ട. അത്തരത്തിലുള്ള ഒരു തീവ്രവാദ സംഘടനകളുടെയും തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരുടെയും ഒന്നും വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്ന ഒരു ക്ലിപ്പ് ന്യൂസ് 18ന്റെ കൈവശം ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാമോ? ഈ നിമിഷം പിന്തുണ വേണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ, വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പിന്തുണ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്നേ പറഞ്ഞുള്ളൂ. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഒരു വോട്ട് ചെയ്യുക എന്നത് സ്വാതന്ത്ര്യമല്ലേ? അല്ലല്ലല്ല, രണ്ടാണ്. വോട്ട് വേണമെന്നാണ് പറഞ്ഞത്. മുരളീധരൻ പറഞ്ഞത് വോട്ട് വേണമെന്നാണ്, പ്രേമേന്ദ്രൻ പറഞ്ഞത് വോട്ട് വേണമെന്നാണ്. വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞ ഒരു വരി പ്രസ്താവന നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാരെ ഇപ്പോ കോൺഗ്രസിലേക്ക് ഉൾക്കൊണ്ടിരിക്കുകയാണ്. UDFന്റെ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പോപ്പുലർ ഫ്രണ്ടുകാരാണ് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗത്ത്, എടക്കരയിലെ പഴയകാല പോപ്പുലർ ഫ്രണ്ടുകാര്, നിരോധിത സംഘടനയുടെ ഭാഗമായിരുന്നവർ പലരും ഇപ്പോ കോൺഗ്രസിന്റെ ബാഡ്ജ് മണിയുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പരസ്യമായി പോപ്പുലർ ഫ്രണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങി. നിലമ്പൂർ, എടക്കര, എഴുതി വെച്ചോ, വണ്ടൂർ, അതുപോലെ തന്നെ ഏറനാട്ടിലെ ചില ഭാഗങ്ങൾ, കൽപ്പറ്റയിലെ ചില പ്രദേശങ്ങളിൽ, മാനന്തവാടിയിലെ ചില പ്രദേശങ്ങളിൽ, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടുകാർ പരസ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സിദ്ദീഖ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഈ പോപ്പുലർ ഫ്രണ്ടുമായി എല്ലാ തരത്തിലുള്ള സഹായവും പോപ്പുലർ ഫ്രണ്ടിന്റെ വാങ്ങി തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. ഇത്തവണ വയനാട്ടിൽ കാര്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഭീകരവാദ സംഘടനകളുടെ എല്ലാം പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊരു തർക്കവും വേണ്ട. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ MLA IC ബാലകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ശ്രദ്ധിച്ചു കാണും, പ്രധാനമന്ത്രിയുടെ ആരോപണം എന്നത് വയനാട്ടിൽ വിജയിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനയുടെ പിന്തുണ തേടി കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ആണ് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അത് വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനം അദ്ദേഹത്തിനടക്കം വയനാട്ടിൽ കാണാൻ സാധിച്ചു എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഈ സന്ദീപ് വാര്യർക്ക് അത് പറയാം. സ്വാഭാവികമായും ഈ രാജ്യത്ത് വർഗീയതയ്ക്ക് തീകൊളുത്തി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രിയാണല്ലോ ഈ ഇന്ത്യയിലുള്ളത്. മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ മതസ്ഥരെയും വേർതിരിക്കുന്ന നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാഷ്ട്രീയ സംഘടനകളും ജനാധിപത്യത്തിന്റെ ഭാഗമായി ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസിന് വേരോട്ടം, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കടുത്ത വേരോട്ടമുള്ള സ്ഥലമാണ്. ഓരോ നിയോജക മണ്ഡലങ്ങളും ഓരോ പഞ്ചായത്തുകളോട് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വർഗീയത കത്തിച്ച് ഇവിടെ കോൺഗ്രസിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റ് രാഷ്ട്രീയ പാർട്ടിയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി
രാഹുൽ ഗാന്ധിയെ തരം താഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി മറ്റു സ്ഥലങ്ങളിലെ വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന്റെ വ്യാജമായ പ്രചരണത്തിന്റെ ഭാഗമാണിത്. മാത്രമല്ല നമുക്കറിയാലോ 2019 ലീഗിന്റെ കൊടി UDF എന്നിറക്കി കോൺഗ്രസിന്റെ ലീഗിന്റെ മറ്റ് ഘടകകക്ഷിയുടെ കൊടികൾ പിടിച്ചാണ് ഞങ്ങൾ ഇവിടെ വലിയ പ്രചരണം നടത്തിയത്. അപ്പോഴൊക്കെ കേരളത്തിന്റെ മുന്നണിയുടെ ഭാഗമായി കേരള നിയമസഭയിൽ അംഗങ്ങളായി നിൽക്കുന്ന മുസ്ലിം ലീഗ്, കേരളത്തിലെ മന്ത്രിസഭയിൽ കഴിഞ്ഞ കാലങ്ങളുണ്ടായിരുന്ന മുസ്ലിം ലീഗ്, അവരുടെ കൊടി മറ്റ് രാജ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാകിസ്ഥാനാക്കി മാറ്റിയത് BJP-ക്കാരല്ലേ? അപ്പൊ അവർക്ക് പലതും പറയാറോ? അല്ല, അവിടെയാണ് ശ്രീ ഐ സി ബാലകൃഷ്ണൻ ഇത്തവണ അവർക്ക് ഒന്നും പറയാൻ കിട്ടിയിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിലും വയനാട്ടിലും ഒന്നും ഇത്തരത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒന്നും കൊടി പോലും ഉയർത്താതെയുള്ള ഒരു പ്രചാരണമായിരുന്നല്ലോ അവിടെ നടന്നത്. ഇതിപ്പോൾ സന്ദീപ് വാര്യർ ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ SDPIയുടെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസിന് പറയാൻ സാധിക്കാതെ പോയി. പിന്തുണ വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്, വോട്ട് വേണ്ട എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ആരും പറഞ്ഞില്ല എന്നുള്ളതാണ് ആക്ഷേപം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വ്യക്തിക്ക് അത് പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും അവർക്കൊരു വ്യക്തിത്വമുണ്ടല്ലോ. ഓരോ പൗരനും, ഇന്ത്യൻ പൗരന് വോട്ടവകാശമുണ്ടെങ്കിൽ ആ ഇന്ത്യൻ പൗരന് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അവരാ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ BJP-യുടെ CPM-ഉമായുള്ള അന്തർധാര എന്താ? ചെറുതാണോ? നിങ്ങൾ വയനാട്ടിൽ വന്ന് പരിശോധിക്കി, BJP പരിശോധിക്കി. CPM കാലാകാലം കൈകാര്യം ചെയ്യുന്ന പട്ടികവർഗ കോളനിയിലെ വോട്ടുകൾ മുഴുവനും ജയിച്ചതാരാ? BJP-യാ. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയെ ജനാധിപത്യത്തിന്റെ പൗരനായി കാണുന്ന, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ള നേതാവായി ഇന്ത്യൻ പൗരന്മാർ ഓരോരുത്തരും കണ്ടു കഴിഞ്ഞാൽ അവർ ഏത് സംഘടനയാണെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് പരസ്യമായി ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ചോദിക്കട്ടെ, അവർ വോട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടില്ല. അവർ ഞങ്ങളുടെ കൂടെ പ്രചരണത്തിന് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. UDF വേദികളിലോ അല്ലെങ്കിൽ കോൺഗ്രസ് വേദികളിലോ ബൂത്തുകളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ എന്താണ് ഈ പറയുന്നത്? ശ്രീ സന്ദീപ് വാര്യർ, അതായത് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടിയായ IC ബാലകൃഷ്ണൻ പറയുന്നു അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല പോപ്പുലർ ഫ്രണ്ടിന്റെയോ അല്ലെങ്കിൽ SDPIയുടെയോ പ്രവർത്തകരെയോ ഒന്നും ആ ക്യാമ്പുകളിൽ എന്ന്. പക്ഷെ താങ്കൾ പറയുന്നു അവർ നേതൃത്വം നൽകി പ്രചാരണത്തിനടക്കമെന്ന്. അല്ല, IC ബാലകൃഷ്ണൻ പോയ സ്ഥലത്ത് കോൺഗ്രസ്സുകാരെ പോലും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ബത്തേരിയിലൊക്കെ അദ്ദേഹം നടത്തിയ പരിപാടിക്കിടയിൽ കോൺഗ്രസ്സുകാർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ കോൺഗ്രസിന് വേണ്ടി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയതിൽ ബഹുഭൂരിപക്ഷവും പല സ്ഥലങ്ങളിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എടക്കരയിലും വണ്ടൂരിലും ഏറനാട്ടിലെ ചില പ്രദേശങ്ങളിലും കൽപ്പറ്റയിലെ ചില സ്ഥലങ്ങളിലും അതുപോലെ മാനന്തവാടിയിലെ ചില സ്ഥലങ്ങളിലും ഒക്കെ നേരിട്ട് കോൺഗ്രസിന് വേണ്ടി, UDF-ന് വേണ്ടി, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പോപ്പുലർ ഫ്രണ്ടുകാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. പല പോപ്പുലർ ഫ്രണ്ടുകാർക്കും ഇപ്പൊ യൂത്ത് കോൺഗ്രസിൽ അംഗത്വം കൊടുത്തിരിക്കുകയാണ്, അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ചേർന്നിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ IC ബാലകൃഷ്ണൻ മനസ്സിലാകാത്തത് എന്റെ കുഴപ്പമല്ല. ഇവിടെ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി നടത്തിയിട്ടുള്ള ഈ ഇടപാട് അതെന്താണെന്നുള്ളത് കോൺഗ്രസ് തന്നെ തുറന്നു പറയണം. സിദ്ദീഖാണല്ലോ രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയത്? എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിച്ച് പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് സിദ്ദീഖാണ് തുറന്നു പറയേണ്ടത്, കോൺഗ്രസ് ആണ് പറയേണ്ടത്. അത്യന്തം അപകടകരമായിട്ടുള്ള, സംസ്ഥാനത്തിന് അപകടകരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചപ്പോൾ IC ബാലകൃഷ്ണൻ എന്താ പറയുന്നത്? വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ ആരോപിച്ചത് അദ്ദേഹം ശരിവെച്ചില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ലേ? പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു ഭീകര സംഘടനയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം എന്തേ കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നു? എന്തേ അതില്ലാതെ പോകുന്നു? ഏത് ഭീകര സംഘടനയുടെ വോട്ടായാലും കുഴപ്പമില്ല. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളുടെ ആക്ഷേപം അദ്ദേഹം ശരിവെക്കുകയല്ലേ ചെയ്തത്. പറയില്ല, അത് പറയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഇവിടെ ഞാനത് സന്ദീപ് വാര്യരുടെ ഇത്തരത്തിലുള്ള പ്രൗഢമായ ഈ സംഭാഷണം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് സിറ്റിക്ക് ചർച്ച ചെയ്തത്? ആരോടാണ് സിറ്റിക്ക് ചർച്ച ചെയ്തത്? അത് വ്യക്തമാക്കാൻ സന്ദീപ് വാര്യർ തയ്യാറാവുമോ? പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസില് പോപ്പുലർ ഫ്രണ്ടിന്റെ യുവാക്കൾക്കടക്കം മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. യൂത്ത് കോൺഗ്രസ് അങ്ങനെയുള്ള പ്രസ്ഥാനമല്ല. പോപ്പുലർ ഫ്രണ്ട് അവരുടെ നിലപാടുണ്ടാകാം, കോൺഗ്രസ് നിലപാടുണ്ടാകാം. കോൺഗ്രസ് നിലപാട് എന്താണ്? ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം സംരക്ഷിക്കാം എന്നുള്ളതാ. ഒരു വർഗീയ ധ്രുവീകരണമല്ല. IC ബാലകൃഷ്ണൻ, ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ കുറിച്ച് കോൺഗ്രസ് നിലപാടെന്താ? ആ നിരോധനം ഞങ്ങൾ നേതാക്കള് ഞങ്ങളുടെ നേതാക്കൾ നിങ്ങളുടെ നിലപാട് പറയൂ. എന്താണ് നിലപാട്? അല്ല, ഞാൻ പറയാം, നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ?
പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് BJP സർക്കാർ നടപടി ശരിയോ തെറ്റോ? കോൺഗ്രസ് സംബന്ധിച്ച് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഉള്ള നിലപാടെന്താ പറയൂ? ഞങ്ങളുടെ നേതാക്കള് നേരത്തെ അല്ല, നിലപാട് ഐ സി പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ? നിലപാട് പറയൂ. നിങ്ങൾ നിലപാട് പറയൂ. ശരിയായ നടപടിയാണോ? സന്ദീപ് വാര്യർക്ക് ഞങ്ങളുടെ നേതാക്കൾ നിങ്ങൾ നിലപാട് പറയാൻ പോലും നിങ്ങൾ കേൾക്കാതെ പോയത് എന്തുകൊണ്ടാണ് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ വയനാട്ടിൽ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ മത്സരിപ്പിക്കുകയും നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ? ആങ്കർ എന്താണ് നിലപാട്? എപ്രാളം കൊള്ളുന്നത് എന്തിനാണ്? പരിഭ്രാന്തി പുറത്തുള്ളത് എന്തിനാണ്? നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ നിലപാട് ഇവിടെ അല്ല ശ്രീ സന്ദീപ് വാര്യർ, ആ സംഘടന നിരോധിക്കപ്പെട്ടിട്ട് കാലങ്ങളായി എന്ന് നമുക്കറിയാം. ആ സമയത്ത് അടക്കം നിലപാടെന്താ പറയാത്തത്? പറയട്ടെ. പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയിട്ടുള്ള ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ച പാലാ ബിഷപ്പിന്റെ വീട്ടിന് മുന്നിലേക്ക് അക്രമമായി വന്നെടുത്ത തീവ്രവാദികളായിട്ടുള്ള IS-മായി ബന്ധമുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ശരിയോ തെറ്റോ? ബാലകൃഷ്ണൻ പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയും നിങ്ങളുടെ നിലപാടെന്തോ? നിങ്ങൾ നിലപാട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറയണല്ലോ. നിലപാട് പറയും. എന്താണ് നിങ്ങളുടെ നിലപാട്? ഛത്തീസ്ഗഡില് നിങ്ങൾ ഇവിടുത്തെ നിലപാട് പറയും. ശരി ശരി. അല്ല, റൈറ്റ്. ശ്രീ സന്ദീപ് വാര്യർ, അതോടൊപ്പം ശ്രീ IC ബാലകൃഷ്ണൻ. തീർച്ചയായും ശ്രീ സന്ദീപ് വാര്യർ, ഈ തർക്കം ഇങ്ങനെ പോയത് കൊണ്ട് എവിടെയും എത്തുന്നില്ല. ഒരു സംശയം കൂടി ശ്രീ സന്ദീപ് വാര്യർ കഴിഞ്ഞ സന്ദീപ് വാര്യർ അദ്ദേഹം ഒരു മര്യാദക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ല, ശ്രീ IC ബാലകൃഷ്ണൻ നമുക്ക് എന്തായാലും അത്രയും പിന്നിലേക്ക് പോകാനൊന്നും ഇപ്പോൾ സമയമില്ല. ശ്രീ സന്ദീപ് വാര്യർ, നിങ്ങൾ ബെയിലെടുത്ത് കൊടുക്ക്. അല്ല, എനിക്ക് അത്തരത്തിൽ ഒരു ബെയിലും എടുത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല. അതായത് താങ്കൾ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടിട്ട് എത്രയോ മാസങ്ങളായി എന്ന് താങ്കൾക്കറിയാം. ആ ഘട്ടത്തിലടക്കം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇപ്പോൾ എന്തായാലും ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്ത്, മറ്റു രാഷ്ട്രീയ സംഘടനകളുടെ നിലപാടെന്ത് എന്നതൊക്കെ ആ ഘട്ടത്തിലാണ് ചർച്ച ചെയ്തത്. റൈറ്റ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിലുള്ള കോൺഗ്രസിന്റെ നിലപാട് എന്നതല്ല വിഷയം. അങ്ങനെയുള്ള സമയത്ത് അത് വളരെ കൃത്യമായി ചർച്ച ചെയ്തതാണ് ശ്രീ സന്ദീപ് വാര്യർ. ശ്രീ സന്ദീപ് വാര്യർ, എന്റെ സംശയം, പ്രധാനമന്ത്രി അടുത്തതായി പറയുന്നത് ഇവിടുത്തെ സകല സ്വത്തുക്കളും കൊള്ളയടിക്കും ഈ കോൺഗ്രസ്സുകാർ എന്നുള്ളതാണ്. അത് താലിമാല പോലും മോഷ്ടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നൽകും എന്നുകൂടി പറയുന്നു. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലും എന്തു വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് സന്ദീപ് വാര്യർ? റൈറ്റ്. ശ്രീ IC ബാലകൃഷ്ണൻ, ഇതാ ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞു, ആ വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അമേഠിയിലോ റായ്ബറേലിയിലോ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കേണ്ടത് മല്ലികാർജുൻ ഖാർഗെ ആണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണോ മോദിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് വയനാടിലേക്ക് കേന്ദ്രീകരിക്കുകയും രാഹുലിലേക്ക് ഉന്നമിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ തീരുമാനിക്കേണ്ടത് AICC ആണ്, മല്ലികാർജുൻ ഖാർഗെ ആണ്. അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ പാർട്ടിയുടെ നിലപാടാണ്. അങ്ങനെയാണെങ്കിൽ BJP സുരേന്ദ്രൻ കഴിഞ്ഞ 2020 നിയമസഭയിൽ എവിടെയൊക്കെ മത്സരിച്ചു? പത്തനംതിട്ട മത്സരിച്ചില്ലേ? കാസർഗോഡ് മത്സരിച്ചില്ലേ? അത് അവരുടെ പാർട്ടി നിലപാടല്ലേ? അല്ല, അതല്ല സംശയം. ഒരു പക്ഷേ ആ സാധ്യതകൾ കൂടി, അതായത് ഇനിയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടി ആ സാധ്യതകൾ അടച്ചിടുക എന്നൊരു ലക്ഷ്യം പ്രധാനമന്ത്രിക്കുണ്ടോ? ലക്ഷ്യം അവർക്കുണ്ട്. അവരെയും കൂടി അടച്ചിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശനം. പ്രധാനമന്ത്രി യഥാർത്ഥ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള വർഗീയതല്ലോ കത്തിക്കേണ്ടത്. അത് സന്ദീപ് വാര്യർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ശരി. എന്തായാലും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു മുദ്രാവാക്യമെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്കടക്കം സ്വത്തും ഭൂമിയും എല്ലാം വീതിച്ചു നൽകും എന്ന പരാമർശം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി നിൽക്കുന്നു. ഇപ്പോഴിതാ ഇന്ത്യ സഖ്യത്തിൻ്റെ അധികാരത്തിൽ വന്നാൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നു. അതായത് ഇനിയിപ്പോൾ അധികാരത്തിൽ വന്നാൽ സാധാരണക്കാരുടെ പണവും സ്വത്തുമെല്ലാം കൊള്ളയടിക്കും, താലിമാല പോലും മോഷ്ടിക്കപ്പെടും, അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകും എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. വയനാട്ടിൽ UDF
നിരോധിക്കപ്പെട്ട സംഘടനയുടെ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയെന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ തരത്തിലുള്ള ആരോപണം പ്രധാനമന്ത്രി ഉന്നയിച്ചിരുന്നു. ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രം ആക്കും എന്നുള്ളതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആയിരുന്നു മോദി ഇത്തരത്തിൽ പ്രസംഗിച്ചത്. ഇന്ത്യ സഖ്യം വിജയിച്ചാൽ പൗരത്വ ഭേദഗതി നിയമം ഇല്ലാതാക്കും, കശ്മീരിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കും എന്നും 5 വർഷത്തേക്ക് 5 പ്രധാനമന്ത്രിമാർ ഉണ്ടാകുമെന്നുമായിരുന്നു മോദിയുടെ ആ അഭിപ്രായ പ്രകടനം. इंडिया अलायंस वालों ने खुलकर देश विरोधी एजेंडा और तुष्टीकरण के हथकंडों का इस्तेमाल करना शुरू कर दिया है. अब कांग्रेस का एजेंडा है कि वो सरकार में आने के बाद कश्मीर में आर्टिकल 370 वापस ले आएंगे. क्या ये इंडिया अलायंस वाले सरकार के दरवाजे तक भी पहुंच सकते हैं क्या? और उनका तो हाल ये है जी, वो ऐसी फॉर्मूला बना रहे. മറ്റു വാർത്തകളിലേക്ക്. ഉത്തർപ്രദേശിലെ അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വിട്ടു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സ്ഥാനാർത്ഥികളാകണമെന്നതാണ് UP കോൺഗ്രസിന്റെ നിലപാട്. രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിൽ പ്രിയങ്ക ഗാന്ധിയും റായ്ബറേലിയിൽ രാഹുലും മത്സരിക്കട്ടെ എന്ന അഭിപ്രായവും ശക്തമാണ്. മെയ് 20-നാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുന്നത്. കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഇപ്പോഴും രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാന ചർച്ച. ആ സർപ്രൈസ് ഇപ്പോഴും തുടരുക തന്നെയാണ്. അതിലെപ്പോഴേക്ക് തീരുമാനം പ്രതീക്ഷിക്കാം? അഭിലാഷ്, അത്തരമൊരു ചർച്ച വളരെ സജീവമായി തന്നെയുണ്ട്. 17 മണ്ഡലങ്ങളിലാണ്, ആകെയുള്ള 80 സീറ്റുകളിൽ SP-യുമായി സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ 17 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അമേഠി, റായ്ബറേലി ഒഴികെയുള്ള മറ്റു സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ മെയ് മാസം 20-ാം തീയതിയാണ് അവിടെ വോട്ടെടുപ്പ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ചുമതല AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് നൽകിയിരിക്കുകയാണ്. അത്തരമൊരു പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. UP കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം റായ്ബറേലിയിലും അമേഠിയിലും പരമ്പരാഗതമായി തന്നെ അവിടെ ഗാന്ധി കുടുംബം മത്സരിക്കുന്നതാണ്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ കുടുംബം മത്സരിക്കുന്ന സീറ്റുകൾ തന്നെയാണ്. ആ സീറ്റുകളിൽ അവിടുന്ന് പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും മത്സരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും ഉയരുന്നത്. അവിടെ അമേഠിയിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയും സോണിയാഗാന്ധി കഴിഞ്ഞ തവണ വരെ പ്രതിനിധീകരിച്ചിരുന്ന റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ള നിർദ്ദേശമാണുള്ളത്. പക്ഷേ ഈ വിഷയത്തിലെല്ലാം അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. സ്വാഭാവികമായും മല്ലികാർജുൻ ഖാർഗെയുടെ തീരുമാനം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും അത്തരം ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസം വരെ അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിക്കാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് മത്സരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരിടത്തുകൂടി മത്സരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്നത് ഭൂരിപക്ഷത്തെയോ അല്ലെങ്കിൽ വിജയത്തെയോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചേക്കാമോ എന്നുള്ള ഒരു ആശങ്കയോടുകൂടിയാണ് അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിക്കാതിരുന്നത്. ഈ ദിവസങ്ങൾ തന്നെ എന്തായാലും അത്തരം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ രണ്ടുപേരും തന്നെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെ റായ്ബറേലിയിലും അതോടൊപ്പം തന്നെ അമേഠിയിലും മത്സരിക്കും എന്ന് തന്നെയാണ് ഇതുവരെ ലഭ്യമായ സൂചനകൾ. പക്ഷേ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ഖാർഗെയാണ്. തീരുമാനം എടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയാണ്. റൈറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ പ്രതിഷേധിച്ച് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ ഹർവീന്ദർ സിംഗ് ലവ്ലി രാജിവെച്ചു. കോൺഗ്രസിനെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടിയുടെ പകുതിയോളം മന്ത്രിമാരും അഴിമതി കേസുകളിൽപ്പെട്ട് ജയിലിലാണ് എന്നുകൂടിയാണ് ലവ്ലിയുടെ പ്രതികരണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കിരൺ തന്നെ ചേരുന്നുണ്ട്. കിരൺ, ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുക, പിന്നീട് മറ്റു പാർട്ടിയിലേക്ക് ചേരുക, അങ്ങനെ നിരവധി കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ സീറ്റ് ചർച്ചകൾ നടന്നത്. ഒറ്റയ്ക്ക് നിന്നാൽ അവിടെ BJPയെ തോൽപ്പിക്കുക എന്നത് ശ്രമകരവുമാണ്. അങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് AAP-യുമായി കൈകൊടുത്തുകൊണ്ട് ഡൽഹിയിൽ മത്സരിക്കുന്നത്. പെട്ടെന്നുള്ള ഈ പ്രതികരണത്തിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ?
അഭിലാഷ്, രാജ്യമാകമാനം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് കോൺഗ്രസിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടിയുടെ ഒരു തുടർച്ച എന്ന നിലയിൽ മാത്രമേ നമുക്ക് ലവ്ലിയുടെ ഈ രാജ്യപ്രഖ്യാപനത്തെയും കാണാൻ കഴിയൂ. അവിടെ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് ഇന്നല്ല, അത് ആഴ്ചകൾ എത്രയോ പിന്നിട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു മാസത്തിന് മേലായി അത്തരം സഖ്യമുണ്ടാക്കുന്ന തീരുമാനമൊക്കെ ആയിട്ട്. പക്ഷേ ആ സമയത്തൊന്നും രാജി പ്രഖ്യാപിക്കാതെ ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചതിന് പിന്നിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക്, പ്രധാനമായും BJP-യിലേക്ക് തന്നെയുള്ള പോക്ക് ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് തൽക്കാലം പറയാൻ കഴിയില്ല. പക്ഷേ അതിനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. എന്തായാലും പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമൊന്നുമല്ല ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഡൽഹിയിലെ സഖ്യം. ഈ രണ്ട് പാർട്ടികളും ഒറ്റയ്ക്ക് ലോക്സഭയിൽ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയില്ലെന്ന് ഈ രണ്ട് പാർട്ടികൾക്കും വ്യക്തമായി തന്നെ ഉറപ്പുണ്ട്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 7 ഇടത്തും വിജയിച്ചുകൊണ്ടിരുന്നത് BJP ആണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ആം ആദ്മി പാർട്ടി നേടുമ്പോഴും ലോക്സഭയിലേക്ക് അത്തരമൊരു വിജയം അവർക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ 3ആയി ഭിന്നിച്ചു പോകുന്ന വോട്ടുകൾ രണ്ടാക്കി നിർത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിയുടെയും വോട്ടുകൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ BJP-യെ പരാജയപ്പെടുത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് സ്വാഭാവികമായും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അത്തരമൊരു സഖ്യത്തിലേക്ക് വന്നതും അവർ 4-3 എന്നുള്ള ക്രമത്തിൽ രണ്ട് പാർട്ടിക്കാരും മത്സരിക്കാൻ തയ്യാറായതും പൊതുവെ ഡൽഹിയിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു ഫോർമുലയായിരുന്നു. രാജ്യത്തും മറ്റു ഭാഗങ്ങളിലുമൊന്നും അങ്ങനെ കാര്യമായ എതിർപ്പ് ഉയരാതിരുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഏറ്റവും അതിശക്തമായ അതിനെതിരെ രംഗത്ത് വന്നതും പ്രതിഷേധവുമായി ഉയർന്നു വന്നതും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പരസ്പരം മത്സരിച്ചിരുന്ന പാർട്ടിയാണ് എന്നുള്ളതും നേരത്തെ കോൺഗ്രസിൽ നിന്നാണ് ആം ആദ്മി പാർട്ടി ഭരണം പിടിച്ചെടുത്തതെന്നൊക്കെ പഴയ കാര്യങ്ങൾ തന്നെയാണ്. അത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും മറ്റേതെങ്കിലും ഒരു തരത്തിലെ ഡീൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട് ഇപ്പോഴത്തെ ഈ രാജിക്ക് പിന്നിൽ. എന്തായാലും ദിവസങ്ങൾക്ക് മുമ്പ് സഖ്യമായതാണ്, തീരുമാനമായതാണ്. അതിന്മേലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇപ്പോഴാണ് PCC അധ്യക്ഷൻ രാജിവെക്കുന്നത്. വിശദാംശങ്ങളാണ് R. കിരൺ ബാബു നൽകിയത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി EP ജയരാജൻ. പ്രകാശ് ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്നാണ് ജയരാജൻ പറയുന്നത്. BJP പ്രവേശനം ആസൂത്രിത ഗൂഢാലോചനയാണ്, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന് EP പറയുന്നു. LDF കൺവീനർ സ്ഥാനത്ത് തുടരും എന്നും കേന്ദ്രമന്ത്രിയായിരുന്നയാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇറങ്ങിപ്പോകണോ എന്നും EP ജയരാജൻ ചോദിക്കുകയാണ്. ഈ വിവാദം യഥാർത്ഥത്തിൽ ബോധപൂർവം ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ UDF-ഉം ചേർന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. ആസൂത്രിതമായ ഒരു ഗൂഢപദ്ധതി തന്നെ അത് തയ്യാറാക്കിയിരുന്നു. ചില മാധ്യമങ്ങളെയൊക്കെ അവർ പൂർണ്ണമായും അതിൻ്റെ ഇവരുടെ വാർത്തകൾ കൊടുക്കാൻ, സാധാരണ മാധ്യമ വാർത്ത കൊടുക്കുന്ന പോലെ കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥയുണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്ത കൊടുക്കുകയാണ് ചെയ്തത്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു ബോംബ് പൊട്ടിക്കുക എന്ന അവരുടെ ആസൂത്രിതമായ ഒരു പദ്ധതി അവർ നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് തയ്യാറാക്കിയത്. അതിന്റെ ഭാഗമായി ആദ്യം അവർ പലരെയും ലക്ഷ്യം വെച്ചു. അവസാനമാണ് എന്നെ വ്യക്തിഗതത്തെ നടത്താൻ പുറപ്പെട്ടത്. ഏതാണ്ട് 2023 മാർച്ച് മാസം 5-ാം തീയതി ആണ് ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന അവസരത്തിൽ അവിടെ നന്ദകുമാർ ദല്ലാളും അതുപോലെ BJP-യുടെ മുൻ മന്ത്രിയും ജാവേദ്കറും വരുന്നത്. അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയതാണ്. ഞാൻ ചോദിച്ചു, എന്നപ്പോ പറഞ്ഞു ഞങ്ങൾ ഇതിലേക്ക് കൂടി പോകുന്ന അവസരത്തിൽ അദ്ദേഹം നിങ്ങളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് വെറുതെ ഒന്ന് കണ്ട് പരിചയപ്പെടാൻ ഞാനിപ്പോ കേരളത്തിൽ എന്റെ ചുമതല എടുത്ത് വർക്ക് ചെയ്യാണ്. ഞാൻ വളരെ സന്തോഷം, അവിടെ ഞാനിപ്പോ മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. ശരി, നിങ്ങൾ സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോ പോകേണ്ട കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ആകെ ഇരിക്കുക പോലും ചെയ്തില്ല, നിന്നെടുത്തുനിന്ന് വർത്തമാനം പറഞ്ഞ് അവിടെ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഇതിനെയാണ് വാർത്തയാക്കി ചർച്ചയാക്കി BJP ധാരണ എന്നൊക്കെ പറഞ്ഞ് UDF-കാർ വ്യാഖ്യാനിക്കുന്നത് മനസ്സിലാക്കാം. സുധാകരൻ BJP-യിലേക്ക് പോകുന്നു എന്ന് തെളിവുകളും വസ്തുതകളും വെച്ചുകൊണ്ട് ഞാൻ പത്രസമ്മേളനം നടത്തി. 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തന്നെ BJP-യിലേക്ക് പോകുന്നു എന്ന വാർത്ത ഉണ്ടാക്കാൻ സുധാകരനും ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ ഇത്. എന്നെ പോലെയുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ കൊടുത്തത്? അപ്പൊ എന്തും ചെയ്യാം, എന്തും എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ലേ ചെയ്തത്? എത്ര തെറ്റായ നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത്? ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാള് എന്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകാൻ പറയണോ? ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾ കണ്ടുമുട്ടി സംഭാഷണം പറയും. അതിനു മുമ്പ് എനിക്ക് അറിഞ്ഞും കൂടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു.
എങ്ങനെയാണ് ദല്ലാളിനോടൊപ്പം അദ്ദേഹം വന്നത് എന്ന് നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. എന്താണ് നിങ്ങളുടെ അടിസ്ഥാനം? ഇതെല്ലാം ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഈ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംഘടിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ചത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കെതിരെ ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ, ഞങ്ങളെ വ്യക്തിഹത്യ നടത്തുമ്പോൾ എന്തെങ്കിലും 1% സത്യത്തിന്റെ അംശങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അല്ല, നിങ്ങൾ മാധ്യമക്കാരിങ്ങനെ വാർത്ത സൃഷ്ടിച്ചാൽ ഇതെല്ലാം ഏറ്റെടുക്കാനാണോ പാർട്ടിക്കാർ നിൽക്കുന്നത്? മുഖ്യമന്ത്രി എല്ലാവർക്കും ഒരു സന്ദേശമാണ് കൊടുത്തത്. അതായത് മുഖ്യമന്ത്രി എല്ലാവർക്കും ഉള്ളതാണ്, മാധ്യമക്കാർക്കും. ജാവേദ്കറോടൊപ്പം വന്നിരിക്കുന്നത് ദല്ലാളല്ലേ? അത് ഒരു വർഷം ഏതാണ്ട് കഴിഞ്ഞ വർഷമല്ലേ? എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമാണത്. എന്നെ അങ്ങനെ ചതിക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. ഞാൻ നല്ലതുപോലെ ഓരോ കാര്യം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ അവര് വഴിവിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നെ ദുരുപയോഗപ്പെടുത്താനൊന്നും അവർക്കാർക്കും സാധിക്കില്ല. ചോദ്യത്തിന് പ്രസക്തി ഇല്ലാത്തതാണ്. ചോദ്യം തന്നെ ദുരുദ്ദേശപരമാണ്. റൈറ്റ്. അതേസമയം വിവാദത്തിൽ CPIക്ക് അതൃപ്തിയുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് EP തുടരുന്നതിൽ CPI ഈ അതൃപ്തി അറിയിക്കും എന്നുള്ളതാണ് വിവരം. CPI നടപടിയെടുത്തില്ല എങ്കിൽ CPI നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടേക്കും. അതേസമയം EP ജയരാജൻ വിഷയത്തിൽ പ്രതികരിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. ഇതിനൊന്നും വലിയ ആയുസില്ലല്ലോ, അമ്മാതിരി ആരോപണങ്ങൾക്കൊന്നും വലിയ ആയുസില്ലല്ലോ. മാക്സിമം വന്ന് അടുത്ത 4-ാം തീയതി വരെയുള്ളൂ. അതുകൊണ്ട് അതിൽ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ആ 2 സ്ഥലത്തും അവർ തൂക്കും. 2 സ്ഥലത്തും ഇടതുപക്ഷ ജനതയ്ക്ക് നല്ല വിജയ സാധ്യതയാണ്. ഒന്നുമില്ല. എന്തായാലും ആ വിഷയം ചർച്ച ചെയ്യുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യുമോ എന്നതിലേക്ക് വരുന്നതിന് മുമ്പ് EP-യുടെ ഒരു പ്രതിരോധം എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അത് മാധ്യമങ്ങളും UDF-ഉം ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് എന്നാണ്. പക്ഷേ ഈ വിഷയം ആദ്യം ഓപ്പൺ ചെയ്തത് ശോഭാ സുരേന്ദ്രൻ ആണ്. ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതിനുശേഷമുള്ള മറുപടിയിൽ ആണ് പിണറായി വിജയനെ പോലെ തലപ്പൊക്കമുള്ള പാർട്ടിയിലെ ഒരാളുമായി ബന്ധപ്പെട്ട ആരോപണം അടക്കം ഉന്നയിക്കുന്നത്. പക്ഷേ EP-യുടെ പ്രതികരണത്തിൽ എവിടെയും BJP-യെക്കുറിച്ച് ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഇത് കൃത്യമായി UDF ആസൂത്രണം ചെയ്യുന്നു എന്നാണ് EP പറയുന്നത്. അഭിലാഷ്, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് CPM ചെന്ന് വീണിരിക്കുന്നത്. EP സ്വയം പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം പാർട്ടി മുഖവിലേക്കെടുക്കും എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. മാത്രവുമല്ല, EP-യുടെ ഈ ഒരു പ്രതികരണത്തിൽ അദ്ദേഹം ദല്ലാൽ നന്ദകുമാറിനെയോ അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറെയോ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുമില്ല. അവർ തന്നെ കൊടുക്കാൻ വന്നതാണ് എന്ന ഒരു പരാമർശമോ ആ തരത്തിലുള്ള ഒരു പ്രതികരണമോ EP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, EP പറയുന്നത് മാധ്യമങ്ങളും UDF-ഉം ചേർന്ന് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നാണ്. എവിടെയാണ് മാധ്യമങ്ങൾക്കും UDF-നും പങ്ക് എന്ന ചോദ്യം അവശേഷിക്കുന്നു. മാത്രവുമല്ല, മുഖ്യമന്ത്രി പറയുന്നതിന് ഘടകവിരുദ്ധമായാണ് EP പറയുന്നത്. മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു, ജാഗ്രത കുറവുണ്ടായി, കുഴിയിൽ ചാടിക്കാൻ ആളുകൾ വരും, അതിൽ വീണു പോകരുത്. അങ്ങനെ EP എല്ലാ പേരുമായി വളരെ സൗഹാർദ്ദമായി സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതം നിങ്ങൾക്കറിയാമല്ലോ. ആ നിലയ്ക്ക് പറയുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ജാഗ്രത കുറവുണ്ടായി, കുഴിയിൽ വീണു എന്ന് തന്നെയാണ്. എന്നാൽ EP പറയുന്നത് താൻ അങ്ങനെ കുഴിയിൽ വീണിട്ടില്ല, തന്നെ ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല എന്നൊരു വാദമാണ്. ഇതെല്ലാം തന്നെ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വരും. തോമസ് ഐസക്കിൻ്റെ അടക്കം പ്രതികരണങ്ങൾ വന്നിരുന്നു. ഈ കൂടിക്കാഴ്ചയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് തോമസ് ഐസക്ക് പ്രതികരിച്ചത്. EP-യുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് ഐസക്ക് പറഞ്ഞു. മറ്റ് പല നേതാക്കൾക്കും ഇതേ വികാരമുണ്ട്. ഇന്ന് MV ഗോവിന്ദൻ ഈ ചോദ്യങ്ങളോടൊന്നും തന്നെ പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ കൂടിക്കാഴ്ചയെ വിമർശിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞിരുന്നു. EP BJP-യിലേക്ക് പോകില്ല എന്ന് പറയുമ്പോഴും ആ കൂടിക്കാഴ്ചയെ വിമർശിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഇന്ന് ഒരു പ്രതികരണം MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന്. അത് മാത്രവുമല്ലല്ലോ, അതായത് വിനോദ്, മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രതികരണം നമുക്കറിയാം, ശിവൻ പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകും എന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നതിൽ നിന്ന് തന്നെ ഈ വിഷയമൊന്നും നേരത്തെ പാർട്ടിയും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ അറിവോടെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ശരിയാകാം. EP ജയരാജൻ പറയുന്നത് പോലെ ദല്ലാൽ നന്ദകുമാറും പ്രകാശ് ജാവദേക്കറും അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഇറങ്ങിപ്പോകാൻ പറയണം എന്നില്ല, അതൊരു സാമാന്യ മര്യാദ. പക്ഷേ ഇങ്ങനെയൊന്ന് സംഭവിച്ചു എന്ന് മറ്റുള്ളവർ അറിയേണ്ട ഉത്തരവാദിത്തമുണ്ടല്ലോ. അത് ഇതുവരെയും ഒരു നേതാക്കളും പറയുന്നില്ല. ഇത് പാർട്ടി അറിഞ്ഞിരുന്നു, നേതാക്കൾ അറിഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം എവിടെയും കാണുന്നില്ല.
ഇ.പിയുടെ വാദങ്ങൾ ദുർബലമാണ്. അത് തന്നെയാണ് പാർട്ടിയിൽ ഇപ്പോൾ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. കാരണം തൻ്റെ വീട്ടിലേക്ക് 2 പേർ വരുമ്പോഴാണ് അറിയുന്നത്, നോക്കുമ്പോൾ ഇത് ജാവദേക്കർ അല്ലേ എന്ന സംശയം തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ അപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് പറയുന്നു. പക്ഷേ BJPയുടെ ഇത്രയും പ്രധാനപ്പെട്ടൊരു നേതാവ് അങ്ങനെ അപ്രതീക്ഷിതമായി ഇ.പിയുടെ വീട്ടിലേക്ക് വന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ ആ കൂടിക്കാഴ്ച നടന്നത് എന്ന വാദം പൂർണ്ണമായും CPM-ലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മുഖവിലേക്കെടുക്കുന്നില്ല. ഇത് വളരെ കൃത്യമായി നടന്ന ചർച്ചയാണ്. മാത്രവുമല്ല, ഇ.പി. ഇടതുമുന്നണി കൺവീനറായ ശേഷം തന്നെ നിരവധി യോഗങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായി. താരതമ്യേന തന്നെക്കാൾ പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ M.V. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുകയും താൻ തഴയപ്പെടുകയും ചെയ്തു എന്ന ഇ.പിയുടെ പരാതി, അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ പരിഭവം, അതുതന്നെയാണ് അങ്ങനെ വിട്ടുനിൽക്കാൻ കാരണമായതെന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം നേരത്തെ തന്നെ മന്ത്രിസ്ഥാനം ഇ.പിക്ക് നഷ്ടമായ സാഹചര്യം, അവിടെ നിന്ന് കുറ്റവിമുക്തരായി പലരും വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ തന്നെ ആ നിലയിൽ പരിഗണിച്ചില്ല എന്ന ഇ.പിയുടെ പരിഭവവും, ആ നിലയ്ക്ക് പാർട്ടിയുമായി വലിയ തോതിൽ ഇ.പി പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇ.പിയുടെ വാദങ്ങൾ പൂർണ്ണമായും CPM നേതൃത്വം കണക്കിലെടുക്കുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ പിന്നീട് ആ നിലയ്ക്ക് ഇ.പിയെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണല്ലോ ഈ ഘടകകക്ഷികളുടെ എതിർപ്പ്. ഇതിപ്പോൾ CPIക്ക് കൃത്യമായി വിയോജിപ്പുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ എത്രത്തോളം ശക്തമായ ഒരു സ്വാധീനം ചെലുത്താൻ മുന്നണിയിൽ സാധിക്കുമെന്നറിയില്ല. എങ്കിലും CPI നിലപാട് കടുപ്പിച്ചാൽ ഒരുപക്ഷെ പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ തീരുമാനമെടുക്കേണ്ടി വരില്ല. ഇ.പി. LDF കൺവീനറായി തുടരും എന്ന് തന്നെയാണ് പ്രതികരിച്ചതെങ്കിൽ പോലും ഒരുപക്ഷെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പോലും പോകേണ്ടി വരുമോ? തീർച്ചയായും UDF അവരുടെ കുന്തമുന മുഖ്യമന്ത്രിക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുന്നു. കൃത്യമായി അവർ പറയുന്നത് ഇടനിലക്കാരനാണ് ഇ.പി. മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഡീലാണ് നടന്നത്, അന്തർധാരയുണ്ട്. മാത്രവുമല്ല, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഉണ്ടായത്. അത് പല കേസുകളും, ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നു. മറുവശത്ത് BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാഹചര്യം. ഇത് BJP CPM ബാന്ധവം, അന്തർധാര എന്ന് തന്നെ എല്ലാ നേതാക്കളും, പ്രതിപക്ഷ നേതാക്കൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയായി CPIയുടെ നിലപാട് കൂടി CPM നേരിടേണ്ടി വരുന്നത്. CPI ഈ ഒരു കൂടിക്കാഴ്ചയെ വളരെ ഗൗരവമായി കാണുന്നു, തെറ്റാണെന്ന് പറയുന്നു, നടപടി വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. E.P. ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമോ, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം മാറി നിൽക്കാൻ തയ്യാറാകുമോ? ഇതൊന്നുമല്ല, ഒരു താക്കീത് പോലുള്ള നടപടിയിലോ അല്ലെങ്കിൽ മറ്റ് ചെറിയ നടപടികളിലോ കാര്യങ്ങൾ ഒതുക്കി തീർത്ത് മുന്നോട്ട് പോകാൻ CPM ശ്രമിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. ഏതായിരുന്നാലും CPM-നെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു പ്രതിസന്ധി അല്ല ഇത്. കോൺഗ്രസിലെ നേതാക്കൾ BJP-യിലേക്ക് പോകുന്നുവെന്ന ആരോപണവും വിമർശനവും ആ തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒക്കെയും വരുമ്പോഴാണ് LDF-ലെ ഏറ്റവും മുതിർന്ന നേതാവ്, CPM-ലെ ഏറ്റവും മുതിർന്ന നേതാവ് അദ്ദേഹം ഇങ്ങനെ ഒരു ചർച്ച നടത്തിയതെന്ന വെളിപ്പെടുത്തൽ, അത് BJP-യിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ, നേരത്തെ അദ്ദേഹം പാർട്ടിയുമായി അകന്നു നിന്ന സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ, അത് ചേർത്ത് വായിക്കുമ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും നേരത്തെ പീരുമേട് MLA ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ, അത്തരം നീക്കങ്ങൾ ഡൽഹിയിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതിനിടയിൽ ആണ് പ്രകാശ് ജാവ്ദേക്കറെ പോലെ ഒരാൾ, അയാൾ രാഷ്ട്രീയ എതിരാളി എന്നതിനപ്പുറത്ത് BJPയുടെ കേരളത്തിൻ്റെ ചുമതലയുള്ള ആൾ കൂടിയാണ് എന്നതാണ് അതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദ് സൂചിപ്പിക്കുന്നത് പോലെയുള്ള താക്കീത് പോലെ ഉള്ള നടപടികളിൽ ഒതുങ്ങുമോ? നേരത്തെ തന്നെ E.P. ജയരാജൻ മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ സെൻറ്ററിൻ്റെ ചുമതലയുണ്ടായിട്ട് പോലും പല വിഷയങ്ങൾ ഈ തിരുവനന്തപുരത്തെ ചൂടുപിടിപ്പിച്ചപ്പോൾ, ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ സമരസമയത്തൊക്കെ E.P. ജയരാജൻ വിട്ടുനിന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. തീർച്ചയായും മുന്നണി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതെ E.P. ജയരാജൻ മാറി നിന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം തുടർച്ചയായി യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നു. അദ്ദേഹത്തിൻ്റെ നീരസം പ്രകടമാക്കുകയായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് E.P. എത്തുമെന്ന കരുതലുണ്ടായിരുന്നു. പക്ഷേ ആ നിലയ്ക്ക് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായില്ല. മാത്രവുമല്ല, ഇപ്പോൾ വിമർശനം
ഈ നിലയ്ക്ക് ഉയരുമ്പോൾ ഇതെല്ലാം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി EPI ഇടനിലക്കാരനാക്കി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നീട് ഇത് പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആദ്യം തള്ളിപ്പറയുകയും പിന്നീട് സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി നീങ്ങും. ആ തരത്തിൽ തന്നെയാണ് UDF കേന്ദ്രങ്ങൾ ഇതിനെ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ അതിശക്തമായി CPM-നെതിരെ നിലപാട് സ്വീകരിക്കുകയും ഈ ബാന്ധവം തുറന്നു കാട്ടുക എന്ന നിലയിലേക്ക് പോവുകയും ചെയ്യുക. ആ ഒരു രീതി തന്നെയാകും UDF കൈക്കൊള്ളുക. ഏതായിരുന്നാലും EP-യുടെ വാദങ്ങൾ അത് പാർട്ടിക്ക് ദഹിക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രീതിയിൽ ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി മുഖ്യമന്ത്രി MV ഗോവിന്ദൻ അല്ലെങ്കിൽ കണ്ണൂർ ലോബി എന്ന നിലയ്ക്ക് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് കണ്ണൂർ ലോബിയിലെ ഒരു നേതാവ് പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ എടുക്കുന്ന നിലപാടെന്തായിരിക്കും, അല്ലെങ്കിൽ അതിനെതിരെ മറ്റ് നേതാക്കൾ ഒരു നിലപാട് സ്വീകരിക്കുമോ? സീനിയറായിട്ടുള്ള നേതാക്കൾ, ഇപ്പോൾ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റ് നേതാക്കളൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കും? ഈ ബാന്ധവത്തെ അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയെ, അതിൽ വരുന്ന വിമർശനത്തെ ഒക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? നടപടിയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇത് ഒതുക്കി തീർക്കാനുള്ള നീക്കങ്ങളാകുമോ ഉണ്ടാവുക? ഇതെല്ലാം കാത്തിരുന്നു. എന്തായാലും ദേവികുളം MLA, മുൻ MLA കൂടിയായിരുന്ന രാജേന്ദ്രൻ, അദ്ദേഹം BJP-യിലേക്ക്, S രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും വലിയ തോതിൽ ഒരു പ്രമുഖനായ CPM നേതാവ് BJP-യിലേക്ക് എന്ന തരത്തിലുള്ള നീക്കങ്ങളെ സംബന്ധിച്ച വാർത്തകൾ ഉൾപ്പെടെ നിറഞ്ഞതാണ്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം, അതായത് EP ജയരാജൻ BJP നേതാവ് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ചയും ചർച്ചയും ഒക്കെ നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വന്നത്. കൂടിക്കാഴ്ച നടത്തി എന്നത് സ്ഥിരീകരിക്കേണ്ടി വന്നു. പക്ഷേ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് EP-യുടെ മറുപടി. എങ്കിൽ പോലും അത് അത്ര പ്രതിരോധം തീർക്കാൻ ശേഷിയുള്ളവയല്ല, ദുർബലമായ പ്രതികരണങ്ങളാണ്. കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് CPIM ഇപ്പോഴുള്ളത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം BJP പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് തുണിത്തരങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്തു. BJP പ്രവർത്തകൻ കാനാട്ട് രഘുലാലിൻ്റെ വീട്ടിൽ നിന്നാണ് ലോഡ് കണക്കിന് വസ്ത്രങ്ങൾ കണ്ടെടുത്തത്. ഇവ വോട്ടർമാരെ സ്വാധീനിക്കാൻ കൊണ്ടുവന്നതാണ് എന്നാണ് കേസ്. രഘുലാലിൻ്റെ വീട്ടിലേക്ക് കണ്ടെയ്നർ ലോറിയിൽ ബോക്സുകൾ എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ പരിശോധനയിൽ ആണ് വസ്ത്രങ്ങൾ കണ്ടെത്തിയത്. പോലീസിൻ്റെ സഹായത്തോടെ സാധനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡ് ഉദ്യോഗസ്ഥൻ്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുകയായിരുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ചൂടുകൂടിയതോടെ പാലക്കാട് ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചു. ആദ്യമായാണ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് ഇനിയും ചൂട് ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കൊടുംചൂടിൽ കത്തിയെരിയുകയാണ് കേരളം. സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം ഉണ്ടാകുമെന്ന ഒരു പ്രഖ്യാപനം കൂടി ഔദ്യോഗികമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ പാലക്കാടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. 2016-ലും 2019-ലും ഇതുപോലെ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് അന്ന് ചൂട് എത്തുകയും ചെയ്തിരുന്നില്ല. നിലവിൽ 41-ലധികം 41 ഡിഗ്രി സെൻറ്റിഗ്രേഡിലധികം ചൂട് നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഉഷ്ണതരംഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മടങ്ങ് അല്ലെങ്കിൽ അത് വീണ്ടും കൂടാനുള്ളൊരു സാധ്യതയാണുള്ളത്. മണ്ണിൻ്റെ ചൂടും കൂടി ഈ ഉഷ്ണതരംഗത്തെ സ്വാധീനിക്കുക. അത്തരത്തിലാണെങ്കിൽ 45 ഡിഗ്രിയുടെ ഫീലായിരിക്കും ഇവിടെയുള്ളവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ വളരെ മുൻകരുതലോടെ നേരിടണമെന്ന് മുന്നറിയിപ്പാണ് അധികൃതർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 40 ഡിഗ്രിക്ക് മുകളിൽ പാലക്കാട് ചൂട് ഉണ്ടായിട്ടുണ്ട്. 38 ഡിഗ്രി തൃശ്ശൂരിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 38 ഡിഗ്രി വരെ കോഴിക്കോടും കണ്ണൂരും ചൂടുയരും എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രിക്ക് മുകളിലേക്ക് താപനില ഉയർന്നേക്കാം. തിരുവനന്തപുരത്ത് 36 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയർന്നേക്കാം. അത്തരത്തിൽ മുൻപൊന്നും നേരിടാത്ത രീതിയിലുള്ള ഒരു വേനൽക്കാലത്തെയാണ് ഇപ്പോൾ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഉഷ്ണതരംഗം വരികയാണെങ്കിൽ അത് അസുഖങ്ങൾക്കും വഴിയൊരുക്കുമെന്ന മുന്നറിയിപ്പും
ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ചൂട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു വേനൽമഴ ലഭിച്ചാൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകൂ എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. എന്നാണെങ്കിലും അതീവ ജാഗ്രതയോടെ തന്നെ ഈ സമയത്ത് പ്രത്യേകിച്ച് മധ്യാഹ്നങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ കുടയോ അല്ലെങ്കിൽ തൊപ്പിയോ അത്തരത്തിലുള്ള വെയിലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന മുന്നറിയിപ്പും പരമാവധി ഈ സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശവുമാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് ഇന്ന് 3 കൊലപാതകങ്ങൾ നടന്നു. കൊച്ചി പാലാരിവട്ടത്ത് വാക്ക് തർക്കത്തെ തുടർന്നുണ്ടായ അടിപിടിയിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു. തമ്പനം AKG കോളനിയിലെ മനീഷ് ആണ് മരിച്ചത്. ആക്രമണം നടത്തിയ ജിതേഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ഇന്നലെ പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പാലാരിവട്ടത്ത് തമ്മനത്ത് മെയ് ഫസ്റ്റ് റോഡിൽ ആണ് ഈ സംഭവം ഉണ്ടായത്. പ്രതി ജിതേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന്, പ്രത്യേകിച്ചും മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതേ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ രോഷത്തിലാണ് ജിതേഷ് സുഹൃത്തുക്കളായ അജിത്തിനെയും മനീഷിനെയും കുത്തിപ്പരിക്കേൽപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. മനീഷ് തൽക്ഷണം തന്നെ മരിക്കുകയുണ്ടായി. അതേസമയം അജിത് കുമാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ആണ് ഈ മനീഷിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആശുപത്രിയിൽ തുടരുന്ന അജിത് കുമാറിന്റെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഈ പ്രദേശത്ത് അത്യാവശ്യം നിരവധി കേസുകളിൽ പ്രതിയാണ് മരിച്ച മനീഷ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്, നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. സാർ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഇന്ന് രാവിലെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് ഈ നാടിനെ നടുക്കിയ ഒരു കൊലപാതകം ഇവിടെ സംഭവിച്ചത്. മരിച്ച മനീഷ് കുമാർ വീടിന്റെ ഒരു 100 മീറ്റർ അപ്പുറത്തുള്ള സുഹൃത്ത് ജിതേഷിന്റെ വീടിന്റെ അടുത്ത് വെച്ചാണ് ഈ കൊലപാതകം. ജിതേഷാണ് ഇപ്പോൾ 1 പ്രതിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിതേഷും ഇവിടെ പുറത്തുള്ള ആഷിഖ് എന്ന് പറഞ്ഞ പ്രതിയും കൂടിയാണ് എന്നാണ് പോലീസിന്റെ അനുമാനം. കാരണം സുഹൃത്തുക്കൾ തമ്മിലുള്ള നേരത്തെ പറഞ്ഞ മദ്യപാനം, അതും ചോദിച്ച കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ്. അതാണ് സംഭവം. മനുഷ്യ നിരവധി കേസുകളുടെ പ്രതിയാണ്. സമീപകാലത്ത് കേസുകളൊന്നും ഇല്ലെങ്കിലും മുൻകാലങ്ങളിൽ കുറച്ച് കേസുകളുള്ള ഒരു പ്രതിയായിരുന്നു മനുഷ്യ. എങ്കിലും പിന്നെ ഒരു അജിത്ത് കുത്തേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇവിടെയുള്ളതല്ല, പുറത്തുള്ള ഒരാളാണ്. റൈറ്റ്. മറ്റൊരു കൊലപാതകം നടന്നിട്ടുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊന്നു. ഇന്ന് രാവിലെ 6:30 ഓട്ടോ ഡ്രൈവർ ആയ ശ്രീകാന്ത് കൊല്ലപ്പെട്ടത്. ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളാണ് ആക്രമിച്ചത് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കോഴിക്കോട് വെള്ളയിൽ കൊലപാതക കേസിലെ പ്രതിയായ ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. വെള്ളയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കോട്ടയത്ത് ചീട്ടുകളിക്കിടെയുണ്ടായ വാക്ക് തർക്കത്തിനിടെ യുവാവ് കൊല്ലപ്പെട്ടു. കൊല്ലപ്പള്ളി മങ്കര സ്വദേശി ലിബിൻ ജോസ് ആണ് കൊല്ലപ്പെട്ടത്. ബന്ധുവിൻ്റെ കുട്ടിയുടെ ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിന് എത്തിയതായിരുന്നു ലിബിനും സുഹൃത്തുക്കളും. മദ്യപാനവും ചീട്ടുകളിയും നടക്കുന്നതിനിടെ മറ്റൊരാളുമായി വാക്ക് തർക്കം ഉണ്ടായി. തുടർന്ന് ലിബിനെ കത്രിക ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. പ്രതിയായ യുവാവിൻ്റെ അറസ്റ്റ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. തൊടുപുഴ പാറക്കടവ് മഞ്ഞുമാവിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം കുറുക്കനെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലി കൊന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. തൊടുപുഴ പാറക്കടവ് മഞ്ഞുമാവ് പ്രദേശത്താണ് പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ കുറുക്കനെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നിരുന്നു. കുറുക്കനെ കൊന്ന ജീവി പുലിയാണെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ. 2 ദിവസം മുൻപ് വടക്കംമുറി അഴകുംപാറ ഭാഗത്ത് നായയെ ചത്ത നിലയിൽ കണ്ടതും പുലിയുടെ ആക്രമണമെന്നാണ് സൂചന. വിവരമറിഞ്ഞ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിച്ചാരി മേഖലയിൽ പുലിയെ കണ്ടതിനെ തുടർന്ന് ഇതിനെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പുലി കൂട്ടിൽ കുടുങ്ങിയില്ല. കൂടുവെച്ചതിന് ശേഷവും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. ഈ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മഞ്ഞുമാവിൽ തന്നെയാണ് വീണ്ടും പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത്. ആളുകളുടെ ഭീതി അകറ്റുവാനുള്ള നടപടി സ്വീകരിക്കുവാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. തൊട്ടടുത്ത് ഇല്ലിചാരിയിൽ പുലിയുടെ സാന്നിധ്യം നേരിട്ട് കണ്ടതാണ്. അവർ വെച്ച ക്യാമറയിൽ തന്നെ പതിഞ്ഞതാണ്. അതിലും സൗകര്യപ്രദമായ പ്രദേശമാണ് പുലിക്ക് ഇവിടെ വസിക്കാനായിട്ട്. അതെല്ലാം അറിഞ്ഞ്
പ്രത്യേകം സ്ക്വാഡിനെ രൂപീകരിച്ച് ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയും കൂട് സ്ഥാപിക്കുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ വനം വകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു. പുലിയെ കണ്ടതോടുകൂടി ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. അതേസമയം കരിങ്കുന്നം ഇല്ലംചാരി മേഖലയിൽ ഭീതി പരത്തി വിലസുന്ന പുലി ഇപ്പോഴും കാണാമറയത്താണ്. പുലിയെ പിടികൂടാൻ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും ഒരാഴ്ച പിന്നിട്ടിട്ടും പുലി കൂട്ടിലകപ്പെട്ടിട്ടില്ല. പുലിയെ കൂടിനടുത്തേക്ക് ആകർഷിക്കാൻ സമീപത്ത് ഇന്നലെ മറ്റൊരു കൂടും സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഷാർജയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം വൈകി. യന്ത്ര തകരാർ കാരണം പുലർച്ചെ പോകേണ്ടിയിരുന്ന വിമാനം പുറപ്പെട്ടില്ല. പുലർച്ചെ 2:15 വിമാനം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് തകരാർ കണ്ടെത്തിയത്. പിന്നാലെ യാത്രക്കാരെ വിമാനത്തിൽ നിന്ന് ഇറക്കി 8 മണിക്ക് മറ്റൊരു വിമാനത്തിൽ ഷാർജയിലേക്ക് അയച്ചു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 16 ഇന്ത്യക്കാരുടെയും മോചനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ. ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമിറാബ്ദുല്ലാഹിയാണ് ഇക്കാര്യം അറിയിച്ചത്. ജീവനക്കാരുമായി നയതന്ത്ര ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി. ഏപ്രിൽ 13 ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ MSC ഏരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുത്തത്. കപ്പലിൽ 17 ഇന്ത്യക്കാരടക്കം 25 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. മലയാളിയായ ആൻ ടെസ ജോസഫ് എന്ന ജീവനക്കാരിയെ നേരത്തെ മോചിപ്പിച്ചിരുന്നു. ബന്ദികൾ ആക്കപ്പെട്ടവരിൽ 3 മലയാളികൾ ഇപ്പോഴും തുടരുകയാണ്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650 രൂപ, പവൻ 53,200. 18 ക്യാരറ്റ് ഗ്രാമിന് 5570, പവൻ 44,560. വെള്ളി ഗ്രാം 87, കിലോ 87,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.